ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഹീറോയി ഇന്ത്യൻ ഗേൾ അതുമാത്രമല്ല ഹീറോയി കോളേജ് പഠിക്കുമായിരുന്നു. കൊറിയയിലാണ് ഹീറോയി സെറ്റിൽ ആയിട്ടുള്ളത്. ഹീറോയിൻ്റെ അമ്മയും അവിടെ നിന്ന് പഠിക്കുകയാണ് ഹീറോയിൻ്റെ അമ്മയ്ക്കും ശരി ഇവിടെ നിന്ന് പഠിക്കാം, മോൾ ഇവിടെ പഠിക്കാൻ ചെറിയ കൊറിയയിലാണ് സെറ്റായിട്ട് ഹീറോയി ജോലി പഠിക്കായിരുന്നു കോളേജിൽ. ഹീറോയി പറയാൻ തുടങ്ങി മച്ചി ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, എടി നമ്മൾ കോളേജിലേക്ക് പുതിയ പ്രൊഫസർ വരാൻ പോവാം, ഫൈനൽ ഇയർ. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താടി പറയാൻ? അതെ, പുതിയ പ്രൊഫസർ. അതുമാത്രമല്ല അവർ കാണാൻ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളെ ക്ലാസ് ഗ്രൂപ്പല്ല, വേറെ ഗ്രൂപ്പായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആരുടെ ക്ലാസ് പ്രൊഫസർ എന്ന് ഹീറോയി ചോദിച്ചായിരുന്നു. അതുകൊണ്ട് റോസ് പറയാൻ തുടങ്ങി, മച്ചി പ്രിയ നമ്മളെ ക്ലാസ്സിൽ PTS മെമ്പേഴ്സ് സർ ജിൻ പ്രൊഫസർ നമ്മളെ ക്ലാസ്സിൽ വരാൻ പോവാന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ 7 മെമ്പർ കാണാൻ പറ്റുമോടി? അതിടെ ഓരോന്ന് പിരീഡിക്ക് മാത്രം സാർ വരും, പിന്നെ അപ്പുറത്തെ ക്ലാസ്സൊക്കെ വേറെ സാർ പോവും. ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവരോട് ഫോൺ നമ്പർ കേൾക്കാല്ലേ, അടി പാവി ഫോൺ നമ്പർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത് മച്ചി പൂജ പറയാതെ എടി അവരോട് കമ്മിറ്റ് എന്ത് ചെയ്യുക? റോസ് പറയാം, അത് ശരിയാ പൂജ നീ പറഞ്ഞു, ഇവൾക്ക് ഒന്നും മനസ്സിലാവില്ല. എൻ്റെ കമ്മിറ്റ് അവരെല്ലാം സിംഗിളല്ലേ? യോ ഒരു പേര് അവർക്ക് മാരേജ് ചെയ്യണല്ലേ എന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയിന് വീട് വാടിപ്പോയി. ഞാൻ കരച്ച് പോയി. അപ്പോൾ അവർക്ക് മാരേജ് ആയോ എന്ന ഹീറോയിനെ വീട് സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയിൻ സാഡായിരുന്നു. അപ്പോൾ ജിൻ പ്രൊഫസർ ഫസ്റ്റ് ഗ്രേഡ് വന്നായിരുന്നു. ജിൻ ക്ലാസ് എടുക്കായിരുന്നു. ഹായ്, എൻ്റെ പേരെല്ലാം നിങ്ങൾക്ക് അറിയുമല്ലോ, എൻ്റെ എല്ലാം എടുത്തായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്ത് ജിൻ അവിടെ നിന്ന് പോയായിരുന്നു. ഹീറോയിൻ വെച്ചിട്ട് നടക്കാൻ ഹാൻസമായിട്ടുണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാവല്ല. ശരി കറക്റ്റായിരുന്നു. ഹീറോയിൻ നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് 7 മെമ്പർ മേലെ ക്രഷ് ലവ് അങ്ങനെ ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ കോളേജിൽ ഭയങ്കര ഹാപ്പിയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജിൻ, അതെ ഹീറോയിൻ ക്ലാസ് ജിൻ പ്രൊഫസറായിരുന്നു. ജിന്നും ജിൻ ഹീറോയ്ക്ക് പഠിപ്പിക്കും. ജിൻ പറഞ്ഞ ഇംഗ്ലീഷ് പഠിപ്പിക്കും, മാത്സ്, ഷുഗർ സയൻസ്, അതെ സയൻസ് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ. ഹീറോയിൻ എന്തൊരു കഷ്ടമാണോ ഡി. ഇങ്ങനെ സുഖ സയൻസ് പഠിപ്പിക്കും. പിന്നെ ഹീറോയിൻ്റെ ക്ലാസ്സിലും ഒരു ഫാഷൻ ഡിസൈനറാണ് ഹീറോയിൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഫാഷൻ ഡിസൈനർ ഷുഗർ പഠിപ്പിക്കും. അതുമാത്രമല്ല ഷുഗർ ക്ലാസ്സൊക്കെ വരും. അതുമാത്രമല്ല ഫാഷൻ ഡിസൈൻ വീൻ്റെ ക്ലാസ്സാണ് ഹീറോയിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്നത്. വീല ചിലപ്പോൾ ഷുഗർ വരും, ഫാഷൻ ഡിസൈനർ പഠിപ്പിക്കും. അതന്നെ ഹീറോയിന് വീട് വാടിപ്പോയി. എന്ത് ചെയ്യാൻ കഷ്ടമാണല്ലേ. ഹീറോയിന് വീട് ഭയങ്കര സാഡായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഹീറോയിൻ സ്നാൽ ചെയ്തിട്ട് പോകുമ്പോൾ ഭയങ്കര കരിയായിരുന്നു. ജിന്നക്ക് ഗേൾ ഫ്രണ്ട് ഒരു ന്യൂസ് അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ നോക്കുമ്പോൾ ജിന്നിൻ്റെ കൂടെ ഒരു ടീച്ചർ സംസാരിക്കുമായിരുന്നു. ഹീറോയിൻ്റെ വീട് വാടിപ്പോയി. ജിന്ന് കമ്മിറ്റ് ആണല്ലേ എന്ന് സാഡായിരുന്നു. ശരി ഒരു ക്രഷ് പോയിടിയെന്ന് ഹീറോയിൻ കെട്ടി വിളിച്ച് കരയായിരുന്നു. സാരില്ല, ഷുഗർ പ്രപ്പോസൽ നോക്കും. ഷുഗറിൻ്റെ ഒരു ഗേൾ വന്ന് ഹാക്ക് ചെയ്ത് ഇങ്ങനെ സംസാരിക്കായിരുന്നു. ഷുഗർ സ്മൈൽ ചെയ്തായിരുന്നു. ഇതുകൊണ്ട് ഹീറോയിൻ മനസ്സ് കൊടുത്ത്. അപ്പോൾ 2 ക്രഷ് പോയി. അപ്പോൾ 6 നോക്കായിരുന്നു. 6 ഹീറോയ്ക്ക് പേടിയായിരുന്നു. അപ്പോൾ 6 ഒരു ഗേൾ സംസാരിക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു 6 വൈഫായിട്ടെടുക്കുമെന്ന് ഇങ്ങനെ കൊണ്ട്. അപ്പോൾ എനിക്ക് മാരേജ് ആയത് അറിയാമായിരുന്നു. ഒരുപാട് 6 വൈഫായിട്ടെടുക്കുമോ എന്ന് പറയായിരുന്നു. ഇതുകൊണ്ട് ഹീറോയിൻ വീട് ഓടിപ്പോയായിരുന്നു. അങ്ങനെയായിട്ട് വീണെ നോക്കിയായിരുന്നു. വീക്കും ബാക്കി 7 ജിമ്മിനെ നോക്കിയായിരുന്നു. ജിമ്മിനിക്കും മാരേജ് ചെയ്തായിരുന്നു. ബ്രേക്ക് പ്രൊഫസർ ഒന്നും കാണുന്നില്ല. ജിമ്മിനിക്ക് നോക്കും. ജിമ്മിനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അറിഞ്ഞു. അതുമാത്രം ഹീറോയിൻ്റെ വീട് വാടി. പ്രൊഫസർ നോക്കും. പ്രൊഫസറിൻ്റെ മോറെ പോകണമെന്നായിരുന്നു. അവക്കൂടെ ഭയങ്കര ജോലി സംസാരിക്കായിരുന്നു. ഇതുകൊണ്ട് മനസ്സൊടഞ്ഞ് പോടാ നിങ്ങൾ ആരും എനിക്കില്ല. ജങ്കുക്ക് നോക്കുമ്പോൾ ജങ്കുക്ക് പ്ലേ ബോയ് പ്രൊഫസറാണ്. ജങ്കുക്കിൻ്റെ അടുത്ത് ഒരു പെണ്ണെ ബൈക്കിൽ ഒരു ജങ്കുക്ക് വിളിച്ചുകൊണ്ട് പോയിരുന്നു. ആ പെണ്ണെ ഹക്ചത്. ഇതുകൊണ്ട് മനസ്സൊടഞ്ഞ് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഓരോന്നോ ഡേയ്സ് പോകുമ്പോൾ ഹീറോയിൻ്റെ വീട് വാടിപ്പോയി. അയ്യോ എന്താ മച്ചി ഇത്ര കഷ്ടമുണ്ടടി എന്ന് ഹീറോയ്ക്ക് അറിയുമായിരുന്നു. ഇതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് സമാധാനമാക്കാൻ തുടങ്ങിയായിരുന്നു. മച്ചി സമാധാനമായിക്കോടി, അതൊന്ന് സാഡാക്കണം. ഹീറോയിന് വീട് പോടി, ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഹീറോയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഡേയ്സ് ഒരു പാർട്ടിയായിരുന്നു. അതെ കോളേജ് കഴിഞ്ഞിരുന്നു ഒരു പാർട്ടി. ആ പാർട്ടിയിൽ എല്ലാ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഹീറോയെല്ലാം ഉണ്ടായിരുന്നു. ഹീറോയിൻ ഡ്രിങ്ക് കുടിക്കുക. അപ്പോൾ സീനിയർ ഹീറോയിനെ പോലെ കണ്ണുണ്ടായിരുന്നു. ആ സീനിയർ ഓൾറെഡി
ആ ക്ലാസ്സിലും അതെ അവിടെയൊക്കെ വന്നിരുന്നു. സീനിയറിൻ്റെ പറഞ്ഞാൽ സീനിയർ ചുമ്മാ വന്നായിരുന്നു. സീനിയറിൻ്റെ ഫ്രണ്ടിൻ്റെ കോളേജാണ് ഈ കോളേജ്. സീനിയർ വന്നിരുന്നു. ആ പാർട്ടിക്ക് സീനിയർ വന്നായിരുന്നു. ഹീറോയി കുടിക്കുന്ന ഡ്രിങ്കിലോ ഒന്നും കഴിക്കായിരുന്നു. ഇത് വി നോക്കിയായിരുന്നു. വി ശ്രദ്ധിക്കാൻ തുടങ്ങിയായിരുന്നു. വി പറയായിരുന്നു ആ മെമ്പറിനോട് എന്തോ നടക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഹീറോയിൻ നടന്നുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ വി പറഞ്ഞു, ജമീൻ നീ അവളെ പുറകിൽ പോയിക്കോ, സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാമെന്ന്. അങ്ങനെ അവനെ പിടിച്ച് സംസാരിക്കായിരുന്നു. റൂമൊക്കെ ഹീറോയി പോയായിരുന്നു. റൂമിൽ പോയായിരുന്നു. അപ്പോൾ വി പറഞ്ഞു അപ്പോൾ വി പറഞ്ഞു ഞാൻ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ വി ഹീറോയിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ വി പറഞ്ഞു അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കൊണ്ട് ശരിയല്ല. വീൻ്റെ വീട്ടിലൊക്കെ വന്ന് വി കൊണ്ടുപോയി. അയ്യോ ഇവൾ കുടിച്ചിനാൾ കുടിച്ച് വീട്ടിൽ പറയുന്നില്ല. അങ്ങനെ വീൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. വീൻ്റെ വീട്ടിൽ ആരില്ല, 47 മെമ്പേഴ്സ് ഇരിക്കുന്നു. അങ്ങനെ വീൻ്റെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു ഹീറോയിനെ. അയ്യോ ഇങ്ങനെ മയങ്ങിയിടുന്നായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ വീനെ കിസ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. വി അയ്യോ പിന്നെ എല്ലാവരും വാത് കൊടുക്കുന്ന അയ്യോ ശരി ഇടുന്ന് ഇതാക്കിയിട്ട് പോയായിരുന്നു. വി പോയി സംസാരിക്കാൻ തുടങ്ങി. എന്താടാ ഇല്ലടാ ആ കുടിക്കുന്നതിൽ ഡ്രഗ് കളിക്കാൻ ആറാം പറഞ്ഞത് കേട്ട് ഷോക്കായിരുന്നു മെമ്പർക്ക്. എൻ്റെ ഡ്രഗാ അതടാ ആ ബോയ് ഇട്ടതായിരുന്നു എന്നെ വീട്ടിൽ പറയായിരുന്നു. അത് കണ്ട് ഹീറോ ഷോക്കായിരുന്നു. ഇപ്പം എന്താടാ ചെയ്യുക? ഡോക്ടറെ വിളിക്കുകയായിരുന്നു. അവൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ ചെക്ക് ചെയ്ത് പറയാൻ തുടങ്ങി. സാർ എനിക്കും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഒരേ ഒരു വഴിയില്ല സാർ. ഇവളെ കൂടെ ആരും ഇൻറ്റിമേറ്റ് ഇരിക്കണം സാർ. ഇവളെ ബോയ് ഫ്രണ്ട് ലവറാ ഇൻറ്റിമേറ്റ് ഇരിക്കണം സാർ എന്ന് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് പിറ്റേഴ്സ് അവർക്ക് ഷോക്കായിരുന്നു. എന്ത് ഇൻറ്റിമേറ്റ് ഇരിക്കണോ? ഇപ്പം എന്താ വെച്ചാൽ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ അവർ കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. ഹലോ സാർ എന്താ സാർ പൂജ ഹീറോയ്ക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. സാർ ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ടില്ല സിംഗിൾ സാർ. ഇല്ല സാർ എന്താ ചോദിച്ചത്? ഇല്ല ചുമ്മാ വെറുതെ ചോദിച്ചതാന്ന് പറഞ്ഞായിരുന്നു. സാർ അവൾ സിംഗിളാണ് സാർ. പിന്നെ ഒരു ഫ്രണ്ട് വിളിച്ചത് അവർ പറഞ്ഞു സാർ ഞങ്ങളെല്ലാം ഒരേ വീട്ടിലാണ് താമസിക്കുക സാർ. അവർക്ക് ഗേൾ ഫ്രണ്ടില്ല പറഞ്ഞു. ഇപ്പം എന്താടാ ചെയ്യാം വേറെ വഴിയില്ല. ജിമിൻ പറയാൻ തുടങ്ങി. ജിൻ നീ അവളെ കൂടെ ക്ലോസ് ആയിക്കോ എന്ന് പറഞ്ഞായിരുന്നു. ജിൻ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി കൂടെ ക്ലോസ് ആവാൻ തുടങ്ങിയായിരുന്നു. സോറി പറഞ്ഞു ഹീറോയിൻ ക്ലോസ് ആയിരുന്നു. ജിന്നു പറഞ്ഞു എനിക്ക് ടയർഡായിടാ എന്ന് പറഞ്ഞ് ജിന്നു എടുത്ത് പോയി ഷുഗർ പറയുന്നത്. എന്താടാ ഇപ്പം ഞാൻ പോണോ?